നമസ്കാരം. ഭഗവാൻ കൃഷ്ണനെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ കൃഷ്ണൻ അവതാരമെടുത്ത മഹാവിഷ്ണുവിൻ്റെ ആദ്യ രൂപം ഏതായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ലോകത്തെ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഭഗവാൻ ഒരു മത്സ്യമായി അവതരിച്ച കഥയാണ് ദശാവതാരങ്ങളിൽ ഒന്നാമത്തേത്. അതാണ് മത്സ്യാവതാരം. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. സത്യയുഗത്തിൻ്റെ അവസാന കാലം. ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ച് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു. വേദങ്ങൾ നഷ്ടപ്പെട്ടതോടെ ലോകത്ത് അറിവില്ലാതാവുകയും അധർമ്മം പടരുകയും ചെയ്തു. ഈ സമയത്താണ് ലോകത്തെ ശുദ്ധീകരിക്കാൻ ഒരു മഹാപ്രളയമുണ്ടാകുമെന്ന് ഭഗവാൻ തീരുമാനിക്കുന്നത്. കൃതമാല നദിയിൽ തർപ്പണം ചെയ്തുകൊണ്ടിരുന്ന സത്യവ്രത മനു എന്ന രാജാവിൻ്റെ കൈകളിലേക്ക് വെള്ളത്തോടൊപ്പം ഒരു ചെറിയ മീൻ കുഞ്ഞു വന്നു ചേർന്നു. മനു അതിനെ തിരികെ വെള്ളത്തിലേക്കിടാൻ നോക്കിയപ്പോൾ ആ മീൻ പറഞ്ഞു, "രാജാവേ, എന്നെ ഈ നദിയിൽ ഉപേക്ഷിക്കരുത്. വലിയ മീനുകൾ എന്നെ തിന്നും, എന്നെ രക്ഷിക്കൂ." ദയാലുവായ രാജാവ് ആ മീനിനെ തൻ്റെ കമണ്ഡലത്തിൽ പാത്രത്തിലിട്ടു. അടുത്ത ദിവസം നോക്കിയപ്പോൾ ആ മീൻ കമണ്ഡലത്തിൽ കൊള്ളാത്ത അത്രയും വലുതായി. രാജാവ് അതിനെ വലിയൊരു കുളത്തിലേക്ക് മാറ്റി. അവിടെയും അത് നിമിഷങ്ങൾ കൊണ്ട് വളർന്നു. ഒടുവിൽ രാജാവ് അതിനെ സമുദ്രത്തിൽ കൊണ്ടുപോയി വിട്ടു. അപ്പോഴേക്കും ആ മീൻ സമുദ്രത്തോളം വലുതായി കഴിഞ്ഞിരുന്നു. ഇതൊരു സാധാരണ മീനല്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് കൈകൂപ്പി ചോദിച്ചു, "ഭഗവാനെ, അങ്ങ് ആരാണ്?" വിഷ്ണു തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, "ഇന്നു മുതൽ 7-ാം ദിവസം ലോകം വലിയൊരു പ്രളയത്തിൽ മുങ്ങും. ആ സമയം ഞാൻ നിനക്കായി ഒരു വലിയ തോണി അയച്ചു തരും. നീ സപ്തർഷികളെയും എല്ലാ ജീവജാലങ്ങളുടെയും വിത്തുകളെയും ഔഷധികളെയും ആ തോണിയിൽ കയറ്റണം." പ്രളയം തുടങ്ങിയപ്പോൾ ഭഗവാൻ ഒരു വലിയ സ്വർണ്ണ മത്സ്യമായി പ്രത്യക്ഷപ്പെട്ടു. വാസുകി എന്ന സർപ്പത്തെ കയറാക്കി ആ തോണിയെ ഭഗവാൻ മത്സ്യത്തിൻ്റെ കൊമ്പിൽ ബന്ധിച്ചു. പ്രളയജലത്തിലൂടെ ആ തോണിയെ ഭഗവാൻ സുരക്ഷിതമായി നയിച്ചു. ആ യാത്രക്കിടയിൽ ഭഗവാൻ മനുവിന് നൽകിയ ഉപദേശങ്ങളാണ് മത്സ്യപുരാണം എന്നറിയപ്പെടുന്നത്. ഒടുവിൽ ഭഗവാൻ ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ തിരികെ ബ്രഹ്മാവിനെ ഏൽപ്പിച്ചു. അധർമ്മത്തെ നശിപ്പിച്ച് അറിവിനെ സംരക്ഷിച്ച മത്സ്യാവതാരത്തിൻ്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. വിഷ്ണുവിൻ്റെ അടുത്ത അവതാരം ഏതായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അതറിയാൻ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.